ഷിരൂരിൽ കാണാതായ അർജുനായി തെരച്ചിൽ തുടരണമെന്ന ആവശ്യവുമായി കേരളം. അതേസമയം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ആഴത്തിൽ മുങ്ങിയുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ശക്തമായ അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും ദൌത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഫലപ്രാപ്തിയിൽ എത്തുന്നതുവരെ തെരച്ചിൽ തുടരണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. പരമാവധി ശ്രമം തുടരുകയാണെന്ന് കാർവാർ എംഎൽഎ സതീഷ് സെയിൽ പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ 13ാം ദിനവും തുടരുകയാണ്. അർജുനെ കണ്ടെത്താൻ ഷിരൂരിലെത്തിയ ഈശ്വർ മാൽപ്പായുടെ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ലോറിയുണ്ടെന്ന് കരുതുന്ന ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് ദൗത്യസംഘത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. മണിക്കൂറിൽ 10 കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത്. മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയാണ്. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ അത് നടക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ആ അഭ്യർത്ഥന ഞങ്ങളിവിടെ ആവർത്തിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയും അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. ഷിരൂർ ദൗത്യം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ആകുന്നതെല്ലാം ചെയ്യുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് സെയിൽ പറഞ്ഞു. Particularly in that span because of height. Otherwise, there is no problem at all to bring. And one pontoon you can check with the he is there FOK. We have loaded, tried to load it, but the vehicle was still dead because the tonnage of that pontoon is more than 25 ton. Yes. Capacity of the truck is not more than 15 ton. We cannot appear, we cannot say, bring one more problem. പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയും വ്യക്തമാക്കി. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 13ാം ദിവസത്തിലും കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടില്ല. ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും നദിയുടെ ആഴങ്ങളിൽ നിന്നും ഒന്നും കണ്ടെടുക്കാനുമായിട്ടില്ല. അതേസമയം തന്നെ തിരച്ചിൽ ഊർജിതമായി തുടരണമെന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഷിരൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.